ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അസൈൻമെന്റ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. ഓക്കെ, അപ്പോൾ അസൈൻമെന്റ് എഴുതേണ്ട ക്രൈറ്റീരിയയും കാര്യങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ കാണാത്തവർ എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കാണാൻ നമ്മുടെ ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജിൽ ഫേസിംഗ് ഷീറ്റിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജിൽ വെക്കുന്ന ഫേസിംഗ് ഷീറ്റിൻ്റെ എന്തൊക്കെയാണ് അതിൽ ചെയ്യേണ്ടതെന്നും എന്തൊക്കെയാണ് അതിൽ ഫില്ല് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് വിശദമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് അഡ്മിഷൻ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അസൈൻമെന്റിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു യൂണിവേഴ്സിറ്റി തന്നെയാണ്. ഓക്കെ, നമുക്ക് അസൈൻമെന്റ് സെമസ്റ്റർ വൈസ് ആയിരിക്കും അസൈൻമെന്റ് ഒക്കെ വരിക. ഒരു സെമസ്റ്ററിൽ അതായത് ഒരു സബ്ജക്റ്റിന് തന്നെ നിങ്ങൾക്ക് 2 അസൈൻമെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്നും അതിൻ്റെ ക്രൈറ്റീരിയ, സബ്മിഷൻ ക്രൈറ്റീരിയയും കാര്യങ്ങളും എല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ ചെക്ക് ചെയ്യാത്തവർ പെട്ടെന്ന് പോയി ഒന്ന് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറേ സ്റ്റുഡൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഫ്രണ്ട് പേജിൽ എന്തൊക്കെയാണ് വരുന്നതെന്നും ഫേസിംഗ് ഷീറ്റ്, അതായത് നമ്മൾ അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജിൽ വെക്കുന്ന ഷീറ്റാണ്, അതായത് പേപ്പറാണ് ഫേസിംഗ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫേസിംഗ് ഷീറ്റിൽ എന്തൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത് ഉണ്ടായിരിക്കുക. ഓക്കെ, എങ്ങനെയാണ് പുതിയതായിട്ട് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ പുതുതായിട്ട് അഡ്മിഷൻ എടുത്ത സ്റ്റുഡൻസിനൊക്കെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഫേസിംഗ് ഷീറ്റിൽ, അതായത് അസൈൻമെൻറ്റിൻ്റെ ഫ്രണ്ട് പേജിൻ്റെ ഫേസിംഗ് ഷീറ്റിൽ എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഫേസിംഗ് ഷീറ്റ് എന്ന് പറയുന്നത്, അതായത് ഒരു അസൈൻമെന്റിന്റെ ഫേസിംഗ് ഷീറ്റ് എങ്ങനെ ആയിരിക്കണം എന്നാണ്. ഓക്കെ, നമ്മൾ അസൈൻമെന്റ് ഒക്കെ നമ്മൾ ചെയ്യുന്നത് റിട്ടേൺ ആയിട്ടായിരിക്കും, അതായത് നമ്മൾ ഹാൻഡ് റിട്ടേൺ ആയിട്ടായിരിക്കും അസൈൻമെന്റ് ചെയ്യുക. പക്ഷെ നമുക്ക് ഫേസിംഗ് ഷീറ്റ് എന്ന് പറയുന്നത് പ്രിന്റ് ആയിട്ടായിരിക്കും വരിക. ഞാൻ ഈ സൈഡിൽ കൊടുക്കാം, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഫേസിംഗ് ഷീറ്റിന്റെ പ്രിന്റ് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക. അതല്ലാതെ തന്നെ ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഫേസിംഗ് ഷീറ്റിൽ ഫസ്റ്റ് വരുന്നത് നെയിം ഓഫ് ദി കാൻഡിഡേറ്റ്. അപ്പോൾ നിങ്ങളുടെ പേര് ഫസ്റ്റ് എഴുതുക. ഓക്കെ, ഫേസിംഗ് ഷീറ്റിൽ നിങ്ങളുടെ പേര് എന്താണോ അത് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ എൻറോൾമെൻറ്റ് നമ്പർ, അതായത് അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്കൊരു എൻറോൾമെൻറ്റ് നമ്പർ തരുന്നിട്ടുണ്ടായിരിക്കും, അത് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ നെയിം ഓഫ് ദി പ്രോഗ്രാം, അതായത് ഏതാണ്, BA സോഷ്യോളജി ആണോ BA ഇംഗ്ലീഷ് ആണോ, നിങ്ങൾ ഏത് പ്രോഗ്രാമാണ് എടുത്തത് അതിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് സെമസ്റ്റർ, ഏത് സെമസ്റ്റർ ആണോ അത് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ കോഡാണ്, അതായത് നിങ്ങളുടെ സബ്ജക്റ്റിൻ്റെ കോഡാണ്, അത് ഇവിടെ എന്തായാലും ചെയ്ത് കൊടുക്കുക. പിന്നെ കോഴ്സ് ടൈറ്റിൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പേപ്പറിൻ്റെ നെയിമാണ്, അതായത് അസൈൻമെൻറ്റിൽ ഏത് പേപ്പറാണോ തന്നിട്ടുള്ളത് ആ പേപ്പറിൻ്റെ നെയിമാണ് കോഴ്സ് ടൈറ്റിൽ എന്ന് പറയുന്നത്. പിന്നെ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റർ, ലേണർ സപ്പോർട്ട് സെൻറ്റർ, അതായത് നിങ്ങളുടെ ലേണർ സപ്പോർട്ട് സെൻറ്റർ ഏതാണ് നമ്മളുടെ രജിസ്ട്രേഷൻ ടൈമിൽ അറിയുക, ആ ലേണർ സപ്പോർട്ട് സെൻറ്റർ ഏതാണെന്ന് നമുക്ക് ചെയ്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് നിങ്ങളുടെ സിഗ്നേച്ചറും, അതായത് നിങ്ങളുടെ ഒപ്പും വിത്ത് ഡേറ്റ്, അതായത് ഡേറ്റും
ഇവിടെ ഫില്ല് ചെയ്യാണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഒരിക്കലും തെറ്റിക്കരുത്. അതായത് നമ്മൾ ഇതൊക്കെ നല്ല നീറ്റായിട്ട് ചെയ്യാം. ഓക്കെ, അപ്പം നീറ്റായിട്ട് ചെയ്യാം, ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. ഇത് നല്ല നീറ്റായിട്ട് വൃത്തിയായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഓക്കെ, പിന്നെ അതല്ലാതെ തന്നെ നിങ്ങൾക്ക് താഴെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ് വിത്ത് ഡേറ്റ്, ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ ഉണ്ടായിരിക്കും കുറച്ച് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ നിങ്ങളുടെ ടീച്ചേഴ്സ് ആയിരിക്കും. ആ സെക്ഷൻ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, അതിൻ്റെ ടീച്ചേഴ്സ് ആയിരിക്കും. അതായത് നിങ്ങളെ ഇൻട്രൊഡക്ഷനും നിങ്ങളുടെ കൺക്ലൂഷനും നിങ്ങൾ എഴുതിയ സബ്ജക്റ്റും സ്റ്റൈലും ഓക്കെ സ്ട്രക്ചറും എങ്ങനെയൊക്കെയാണ് വരുന്നത്, വൃത്തിയായിട്ട് എഴുതിയിട്ടുണ്ടോ, നീറ്റ് ആക്കി എഴുതിയിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങളുടെ ടീച്ചറാണ് അവിടെ ചെക്ക് ചെയ്യുക. അവരാണ് അവിടെ മാർക്ക് ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ സിഗ്നേച്ചർ വരെ, അതായത് സിഗ്നേച്ചർ വിത്ത് ഡേറ്റ് വരെ നിങ്ങൾ ഫില്ല് ചെയ്ത് വെക്കുക. ഓക്കെ, ബാക്കിയുള്ളതൊന്നും ഫില്ല് ചെയ്യേണ്ട, അത് ടീച്ചേഴ്സാണ് ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫേസിങ് ഷീറ്റ്. അതായത് ഇത്രയും നിങ്ങൾക്ക് ഫില്ല് ചെയ്യാണ്ടായിരിക്കും. തെറ്റിക്കരുത്, കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് പോവുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഫേസിങ് ഷീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അസൈൻമെൻ്റ് ഒക്കെ നല്ല കറക്റ്റായിട്ട് നീറ്റായിട്ട് വൃത്തിയായിട്ട് എഴുതുക. ഓക്കെ, നിങ്ങളുടെ ഹാൻഡ് റിട്ടേൺ ആയിട്ട് തന്നെ നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക, പ്രിൻ്റ് ഒന്നും എടുക്കരുത്. ഓക്കെ, നിങ്ങളുടെ മാർക്ക് കുറയാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ അഡ്മിഷൻ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.